ഹലോ. കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റിലിട്ടുന്ന ഒരു കാര്യം ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ 3 വർഷമായിട്ട് പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് എറണാകുളം ഗാന്ധിനഗറിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ ഇവിടെ കാര്യമെന്ന്. നമുക്കറിയാം, കേരളത്തിലെ പല ദുരന്തമുഖങ്ങളിലും തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ജനങ്ങളുടെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ആമയിഴഞ്ചാൻ, വയനാട്, 2018 പ്രളയം, ബ്രഹ്മപുരം. ഇതൊക്കെ ഇത് മാത്രമല്ല, ഒരുപാട് 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 ദുരന്തങ്ങളിൽ ഇവരുടെ കൈത്താങ്ങ് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്നു. ഇവരോടൊപ്പം വോളണ്ടിയറിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേര് കൂടെയുണ്ട്. അതാണ് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവരുടെ സേവനങ്ങൾ കഴിഞ്ഞ പല ദുരന്തങ്ങളിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റേഷൻ ലെവൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട്, ഡിസ്ട്രിക്ട് ലെവൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട്, സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയറൊന്നും ആകാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. പല പല രീതിയിലുള്ള ട്രെയിനിങ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സ്റ്റേഷൻ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണ സിവിൽ ഡിഫൻസ് ഓഫീസർ ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക. എനിക്കും ഇതുപോലെ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സിവിൽ ഡിഫൻസിൽ ചേർന്ന് പ്രവർത്തിച്ചോളൂ കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേഷൻസ് അടുത്ത വീഡിയോസിൽ ഉറപ്പായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഈ 3 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.